എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഹിന്ദിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. എത്ര ചോദ്യം വേണമെങ്കിലും നമുക്ക് ഈ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓരോന്നായി തുടങ്ങാം. ആദ്യം കുറച്ച് വേർഡ്സുകളുണ്ട്. ഇവിടെയുണ്ട് അവിടെയുണ്ട്, രണ്ടൊന്ന് പരിചയപ്പെടാം. ഒന്നാമതാണ് നമ്മൾ എന്തെന്ന് പറയാനുണ്ടല്ലോ. എന്ത് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയുക? ക്യാ. എന്താണ് ക്യാ എന്ന് പറയും. ക്യാ എന്ത്, ക്യാ എന്ത്. കബ് എന്ന് പറഞ്ഞാലോ എപ്പോൾ, എപ്പോ. കബ് എപ്പോ. കഹ എന്ന് പറഞ്ഞാലോ എവിടെ. എന്താണ് കഹ എന്ന് പറഞ്ഞാൽ എവിടെ. ഇത് കഹ എന്നാണ്. കഹാം സൗണ്ട് വരരുത്. കഹ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ യഹാ, അവിടെ വഹാ, എവിടെ കഹ. ഓക്കെ, യഹാം വഹാം കഹാം സൗണ്ട് വരാൻ പാടില്ല. ക്ലിയർ? കഹ എന്ന് പറഞ്ഞാൽ എവിടെ. കേസെ എന്ന് പറഞ്ഞാലോ എങ്ങനെ. കേസെ എങ്ങനെ. അടുത്താണ് കോൺ എന്ന് പറഞ്ഞാലോ ആര്. കോൺ എന്ന് പറഞ്ഞാൽ ആര്. ക്യോ എന്ന് പറഞ്ഞാലോ എന്തുകൊണ്ട്. ക്യോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. കിത്തിന്ന. കിത്തിന്ന എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്തതാണെങ്കിൽ കിത്തിന്ന എന്ന് പറയും. എണ്ണാൻ കഴിയുന്നതാണെങ്കിലോ കിത്തിന്നെ എന്ന് പറയും. കിത്തിനെ എണ്ണാൻ കഴിയുന്നത്, കിത്തിന്ന എണ്ണാൻ കഴിയാത്തത്. ഓക്കെ. ഇനി അടുത്താണ് കിസ്നെ എന്ന് പറഞ്ഞാൽ ആരാണ്. കോൺ എന്ന് പറഞ്ഞാൽ ആര്, കിസ്നെ എന്ന് പറഞ്ഞാൽ ആരാണ്. കിസ്കെ സാത്ത്. കിസ്കെ സാത്ത് ആരുടെ കൂടെ. അവൻ ആരുടെ കൂടെയാണ് പോയത്. കിസ്കെ സാത്ത്. കിസ്കെ സാത്ത്. കിസ്കെ പാസ് പറഞ്ഞല്ലോ ആരുടെ കയ്യിൽ. കിസ്കെ പാസ്. ഞാൻ പറയാണ് എൻ്റെ പേന ആരുടെ കയ്യിലാണ്. എൻ്റെ പേന ആരുടെ കയ്യിലാണ്. അപ്പം എൻ്റെ പേന മേര കലം കിസ്കെ പാസ് ഹേ. മേര കലം കിസ്കെ പാസ് ഹേ. നമ്മൾ മലയാളത്തിൽ വേർഡ്സിന് പറയാണ് എൻ്റെ പേന ആരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് എൻ്റെ പേന. അതേപോലെ വേർഡ്സിന് നമുക്ക് ഹിന്ദിയിലും മലയാളത്തിൽ ചെയ്യുന്ന പോലെ ഹിന്ദിയിലും വേർഡ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ കഴിയും. ഞാൻ പറയാണ് എൻ്റെ പേന മേര കലം കിസ്കെ പാസ് ഹേ, ആരുടെ കയ്യിലാണ്. ഇനി ആരുടെ കയ്യിലാണ് ആദ്യം പറയാം. ഇങ്ങനെ കിസ്കെ പാസ് മേര കലം ഹേ, കിസ്കെ പാസ് മേര കലം ഹേ. ഓക്കെ. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം ഇവിടെ നോക്കാം. ചാഹിയെ. ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം. ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം. അപ്പം ഞാൻ പറയാണ് എന്ത് വേണം. എന്ത് വേണം. അപ്പം എന്തുകൾ എന്താണ് ക്യാ അല്ലേ. എന്ത് എന്താണ് ക്യാ. ഞാൻ ഇത് ക്യാ വേണം. ചാഹിയെ. ചാഹിയെ. അപ്പം എന്തായി ഉണ്ടോ. അപ്പം എന്തായി ക്യാ ചാഹിയെ. ക്യാ ചാഹിയെ എന്ത് വേണം. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം. നിങ്ങൾക്ക് എന്താ പറയുക ആപ്കോ. നിങ്ങൾക്ക് ആപ്കോ ഉണ്ടോ. അപ്പം എന്തായി ആപ്കോ ക്യാ ചാഹിയെ. ആപ്കോ ക്യാ ചാഹിയെ. നിങ്ങൾക്ക് എന്ത് വേണം. ആപ്കോ ക്യാ ചാഹിയെ. ഇനി ഇവിടെ ഈ ക്യാ അല്ലേ ക്യാ. ഈ ക്യാ എന്ന് പറയുന്ന വേർഡ് രണ്ട് ക്യാ വേർഡ് ഒരുമിച്ച് ചേർക്കാം. ക്യാ ക്യാ ചാഹിയെ. ഞാൻ പറയണേ നിങ്ങൾക്ക് എന്ത് വേണം. ആപ്കോ ക്യാ ചാഹിയെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്. ആപ്കോ ക്യാ ക്യാ ചാഹിയെ. എന്താണ് ഈ ക്യാ എന്ന് പറയുന്ന വേർഡ് 2 തവണ ഒരുമിച്ച് ഉപയോഗിക്കുക. ക്യാ ക്യാ എന്ത്, എന്തൊക്കെ. എന്തിന് ക്യാ, എന്തൊക്കെ ക്യാ ക്യാ. ഇപ്പം ഞാൻ പറയാണ് കബ് എന്ന് പറഞ്ഞാണ് എപ്പോൾ. കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ. നിനക്ക് എപ്പോഴൊക്കെയാണ് വേണ്ടത്. എപ്പോഴൊക്കെയാണ്. അപ്പം കബ് കബ്. നമ്മൾ ഹിന്ദിയിൽ എഴുതുമ്പോൾ ഒരു തവണയാണ് എഴുതുക. പക്ഷേ സംസാരത്തിൽ നമ്മൾ എന്ത് ചെയ്യും. ഈ ക്യാ കബ് കഹ ഇതിനൊക്കെ 2 തവണ ഒരുമിച്ച് പോയി കഴിയും. ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറയണേ നിങ്ങൾക്ക് എന്ത് വേണം. ആപ്കോ ക്യാ ചാഹിയെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്. എന്തൊക്കെയാണ് നിങ്ങൾ വേണ്ടത്. ആപ്കോ ക്യാ ക്യാ ചാഹിയെ. ആപ്കോ ക്യാ ക്യാ ചാഹിയെ. ക്ലിയർ? ഇനി ഞാൻ പറയാണ് ഇവിടെ അല്ലേ ക്യാ. ഇപ്പം ഞാൻ പറയാണ് ആപ്കോ കബ് ചാഹിയെ. നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത്. ഇനി അടുത്ത ചോദ്യമാണ് നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത്. അപ്പോൾ ക്യാ എന്ന് ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക. അവിടെ കബ് ചേർക്കുക. അപ്പോൾ എന്തായി ആപ്കോ കബ് ചാഹിയെ. ആപ്കോ കബ് ചാഹിയെ. നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത്. ഇനി നിങ്ങൾ ചോദിക്കണം നിനക്ക് എപ്പോഴൊക്കെയാണ് വേണ്ടത്. ഏതൊക്കെ സമയത്താണ് വേണ്ടത്. ഏതൊക്കെ സമയത്താണ് വേണ്ടത്. എപ്പോഴൊക്കെയാണ് വേണ്ടത്. അപ്പം എന്താ പറയുക ഈ കബില് 2 തവണ ഉപയോഗിക്കാം. ആപ്കോ കബ് കബ് ചാഹിയെ. ആപ്കോ കബ് കബ് ചാഹിയെ. ഇനി ഇവിടെ കബ് ഒഴിവാക്കിയിട്ട് ഞാൻ പറയാണ് ഇവിടെ കഹ. നിനക്ക് എവിടെയാണ് വേണ്ടത്. നിനക്ക് എവിടെയാണ് വേണ്ടത്. ആപ്കോ കഹ ചാഹിയെ. കണ്ടോ ഞാൻ കഹ ചേർത്തു. കഹ. അപ്പം എന്തായി അല്ല നിനക്ക് എവിടെയാണ് വേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയാണ് വേണ്ടത്. എവിടെയാണ് കാണേണ്ടത്. എവിടൊക്കെയാണ് പറയാ.
ആപ്കോ കഹാ കഹാ ചായേ, 2 തവണ ആപ്കോ കഹാ കഹാ ചായേ. ഇത് സ്പോക്കണിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ. അതുപോലെ കേസെ, നിനക്ക് എങ്ങനെയാണ് വേണ്ടത്? ആപ്കോ കേസെ ചായേ, ആപ്കോ മേര ഗാഡി കേസെ ചായേ. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ആപ്കോ എങ്ങനെയാണ് ഇത് വേണ്ടത്? ആപ്കോ കേസെ ചായേ. നിനക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത് പറയാം, 2 തവണ പറയാം. എങ്ങനെ? കേസെ അല്ലേ, കേസെ. ആപ്കോ കേസെ ചായേ, നിനക്ക് എങ്ങനെയാണ് വേണ്ടത്? ആപ്കോ കേസെ കേസെ ചായേ, ആപ്കോ കേസെ കേസെ ചായേ. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അടുത്ത് നോക്കാം. അടുത്താണ് ഉവ. ഉവ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു എന്നല്ലേ? ഉവ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു. ഇനി എനിക്ക് ചോദിക്കണം, എന്ത് സംഭവിച്ചു? ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇവിടെ എന്താ പറയുക? ഇവിടെ യഹ അല്ലേ? ഇവിടെ എന്താ പറയുക? യഹ. ഓക്കെ. യഹാം എന്ന് പറയുന്നത് യഹ. എന്ത് സംഭവിച്ചു? എന്ത് പറയാ? ക്യാ. യഹാ ക്യാ സംഭവിച്ചു എന്ന് പറയാ? ഉവ. യഹാ ക്യാ ഹുവ. ഇവിടെ എന്ത് സംഭവിച്ചു? യഹാ ക്യാ ഹുവ. ഇവിടെ എന്ത് സംഭവിച്ചു? ഇനി പറയണേ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ നിങ്ങൾക്ക്, അപ്പോൾ യഹാ വേണമല്ലോ, ഇവിടെ നിങ്ങൾക്ക് ചേർക്കുക. ഇങ്ങനെ ആപ്കോ. എന്തായി? ആപ്കോ. കണ്ടോ? ആപ്കോ ക്യാ ഹുവ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ആപ്കോ ക്യാ ഹുവ. ഓക്കെ. ഇനി അടുത്താണ് ഞാൻ പറയാണ്, ക്യാ ഹുവ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു. ഇനി ഇവിടെ ചോദിക്കണം, കബ് സംഭവിച്ചു, എപ്പോഴാണ് സംഭവിച്ചത്? എന്ന് പറയാം, എപ്പോൾ. അപ്പൊ ക്യാ എന്ന് പറയുന്ന വേർഡിന് പകരം കബ് അല്ലേ, കബ് ചേർക്കാം. എന്തായി? കബ് ഹുവ. എപ്പോൾ സംഭവിച്ചു? ഇത് എപ്പോൾ സംഭവിച്ചു? അപ്പൊ ഇത് എന്ന് പറയുന്നത് യഹ് അല്ലേ? ആണോ? യേ കബ് ഹുവ. ഇത് എപ്പോൾ സംഭവിച്ചു? കബ് ഹുവ. ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഈ വേർഡ്സുകൾ ഇങ്ങനെ മാറ്റുമ്പോൾ മീനിങ്ങിൽ മാറിക്കൊണ്ടിരിക്കും, അർത്ഥങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പറയാണ്, എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു. അപ്പോൾ യഹ് ഇത് എങ്ങനെ, നമ്മൾ എന്ത് ചെയ്യുക? കേസെ. കണ്ടോ? ഈ കേസെ ഹുവ, ഇതെങ്ങനെ സംഭവിച്ചു. ഇനി നമ്മൾ അടുത്ത് നോക്കാം. ഇനി പറയാണ് ഇവിടെ കിയ എന്ന് പറയുന്നത് ചെയ്തു അല്ലേ? ചെയ്തു. ഓക്കെ. കർണ എന്ന് പറയുന്ന വെർബിൻ്റെ അല്ല, ഈ ഒരു ക്രിയയുടെ പാസ്റ്റാണ്, കഴിഞ്ഞു പോയതാണെന്ത്? കിയ, ചെയ്തു. ഇനി ഞാൻ പറയണത്, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പൊ നിങ്ങൾക്ക് എന്ന് പറയാം ആപ്പ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആപ്പ്. നിങ്ങൾ എന്ത്? ക്യാ. ആപ്പ് ക്യാ ചെയ്തു. ആപ്പ് ക്യാ കിയ. അല്ലെങ്കിൽ ആപ്നെ എന്ന് പറയാം. ആപ്നെ ക്യാ കിയ, ഇങ്ങനെയും പറയാം. ഓക്കെ. ആപ് ക്യാ കിയ അല്ലെങ്കിൽ ആപ്നെ ക്യാ കിയ, നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ പറയാം, നിങ്ങൾ എപ്പോഴാണ് ചെയ്തത്. അപ്പോൾ ക്യാ എന്ന് പറയുന്ന വേർഡില്ലേ, അതിന് പകരം എന്ത് ചെയ്യുക? എപ്പോൾ എന്ന് പറയുന്ന കബ് ചേർക്കുക. അപ്പോൾ എന്തായി? ആപ് കബ് കിയ. നിങ്ങൾ എപ്പോഴാണ് ചെയ്തത്? ആപ്നെ കബ് കിയ. രണ്ടും പറയാം. ഇതുപോലെ എത്ര ചോദ്യമാണെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അടുത്ത് നോക്കാം. ഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. പോയി. അപ്പോൾ എപ്പോഴാണ് പോയത്? ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് അവിടെ പോയത്. അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലേ? നിങ്ങൾ എപ്പോഴാണ്, എന്ന് പറയാ കബ്. കബ്. നിങ്ങൾ എപ്പോൾ അവിടെ പോയി. അപ്പം അവിടെ എന്ന് പറയാ വഹ അല്ലേ? അവിടെ എന്ന് പറയാം വഹ. ആണോ? എങ്ങനെയാണോ നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് പോലെയാണ്. എന്തായി? നിങ്ങൾ എപ്പോൾ അവിടെ പോയി എന്താ പറയാ? ഗയ. ഉണ്ടോ? അപ്പം എന്തായി? ആപ് കബ് വഹാ ഗയ. ഇനി എനിക്ക് പറയണം, നിങ്ങൾ അവിടെ എങ്ങനെയാണ് പോയത്. അപ്പോൾ എങ്ങനെ, ഈ കബില്ലേ, കബ് എപ്പോൾ, അത് ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക? എങ്ങനെ, കേസെ. കണ്ടോ? എന്തായി? അപ്പം എന്തായി? ആപ് കേസെ വഹാ ഗയ.
ആപ് കേസെ വഹാം ഗയ. ഇനി എനിക്ക് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്? നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്? അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ കേസ് അത് ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട്, അല്ലേ? എന്തിന്, ക്യോ ചേർക്കാം. ആപ് ക്യോ വഹാം ഗയ, ആപ് ക്യോ വഹാം ഗയ, അല്ലെങ്കിൽ ആപ് ക്യോ വഹാം ഗയേ എന്ന് പറയാം. അങ്ങനെ പറയാം. ഓക്കെ, ഗയ എന്ന് പറയാം, അല്ലെങ്കിൽ ഗേ എന്ന് പറയാം. നോ പ്രോബ്ലം. ഇനി അടുത്താണ് പറയാം, ഇങ്ങനെ നിങ്ങൾ എവിടെയാണ് പോയത്? നിങ്ങൾ എവിടെയാണ് പോയത്? അപ്പോൾ പറയാം ഇവിടെ ക്യോനെ അത് ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക? കഹാ ചേർക്കാം. ആപ്, അപ്പോൾ ഒരു വഹാ ചേർക്കരുത്. ആപ് കഹാ ഗേ. ഓക്കെ, ആപ് കഹാ ഗയ അല്ലെങ്കിൽ ആപ് കഹാ ഗയേ എന്ന് പറയാം. ഇതുപോലെ എത്ര സെൻറ്റൻസ്, എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദ്യം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറയാണ്, എന്നെ ആരാണ് വിളിച്ചത്? എന്നെ ആരാണ് വിളിച്ചത്, അല്ലേ? അപ്പോൾ വിളിക്കുക എന്ന് പറയാം. വിളിക്കുക, വിളിച്ചു, ബുലായ. എന്നെ ആരാണ് വിളിച്ചത്? വിളിച്ചു എന്നാണ് ബുലായ. അപ്പം എന്നെ മുജെ, എന്നെ ആരാണ്? മുജെ. ആരാണ്? അപ്പം ആരെന്ന് പറയാം, ആരാണ്? കിസ്നെ എന്താണ്? ആരാണ്? കിസ്നെ, ആരാണ്? മുജെ കിസ്നെ, മുജെ കിസ്നെ വിളിച്ചു എന്നാണ് ബുലായ. മുജെ കിസ്നെ ബുലായ, മുജെ കിസ്നെ ബുലായ. കണ്ടോ? മുജെ കിസ്നെ ബുലായ, മുജെ കിസ്നെ ബുലായ. എന്നെ ആരാണ് വിളിച്ചത്? എന്നെ ആരാണ് വിളിച്ചത്? ഇനി എന്നെ എപ്പോഴാണ് വിളിച്ചത്? എന്നെ എപ്പോഴാണ് വിളിച്ചത് എന്ന് പറയാം. മുജെ കിസ്നെ അല്ല, ഇവിടെ കിസ്നെ ഉപയോഗിക്കാതെ എപ്പോൾ, കബ്. മുജെ കബ് ബുലായ, മുജെ കബ് ബുലായ, മുജെ കബ് ബുലായ എന്ന് പറയണം. എന്നെ ആരാണ് വിളിച്ചത് പറയല്ലോ. ഇനി അടുത്ത് നോക്കാം നമുക്ക് വേറെ. ഇനോ ബോല. ഓക്കെ, ബോല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. ബോല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ബോല പറയുക, ബോല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. ഓക്കെ, ഇനി ഞാൻ പറയണേ, നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് പറഞ്ഞത് ചോദിക്കണം. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അപ്പം നിങ്ങൾ എന്താണ്? നിങ്ങൾ ആപ്, അല്ലേ? നിങ്ങൾ എന്താണ്? ആപ്, നിങ്ങൾ. എന്ത്? ക്യാ, ആപ് ക്യാ, ആപ് ക്യാ. പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ബോല, ആപ് ക്യാ ബോല, ആപ് ക്യാ ബോല, അല്ലെങ്കിൽ ആപ്നെ ക്യാ ബോല, രണ്ടും പറയാം. ആപ്നെ, ആപ്നെ എന്ന് പറയാം. ആപ്നെ ക്യാ ബോല, ആപ് ക്യാ ബോല, അല്ലെങ്കിൽ ആപ്നെ ക്യാ ബോല, ആപ്നെ ക്യാ ബോല. ഇതുപോലെ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു 4-5 സെൻറ്റൻസ് എഴുതിയിട്ട്, ഒരു 4-5 ചോദ്യം എഴുതിയിട്ട് കമൻറ്റ് ബോക്സ് അയക്കുക. ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, താങ്ക് യു എവ്രി വൺ.